നാട്ടിൽ നല്ല മഴയാണെന്നറിയാം. ഇവിടെയും മഴ തന്നെയാണ്. ചെന്നൈയിലാണ്. മഴയാണ്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പം കുറച്ച് വെയിലൊക്കെ വരുമ്പം ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഉണക്കി വെക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു മഴയുടെ ഒരു വെച്ച് നോക്കുമ്പം ഇത് സേഫാണ്. അതായത് നമുക്ക് കുറച്ച് സാധനങ്ങൾ കിട്ടായ്കയൊക്കെ വരും ചില സമയത്ത്. അപ്പം ഇപ്പോൾ വില കുറച്ച് കിട്ടുന്ന പച്ചക്കറി അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഉണക്കി വെക്കാറാണ് പതിവ് കേട്ടോ. അപ്പം ഇന്ന് ഉണക്കി വെക്കാൻ പോകുന്നത്, അതായത് സാറ്റർഡേ സൺഡേ ആണ് സാധാരണ ഇങ്ങനെ ഉണക്കൽ പരിപാടികളൊക്കെ നടക്കുന്നത്. അപ്പം കോവയ്ക്കുണ്ട്, ക്യാരറ്റ് ഉണ്ട്, വഴുതനങ്ങ, ബ്രിഞ്ചാളുണ്ട്. പച്ച ബ്രിഞ്ചാലാണ് അടിപൊളി, കുറച്ചും കൂടെ ടേസ്റ്റ്. അപ്പോൾ അത് കഴുകി തുടച്ച് അരിഞ്ഞിട്ട് നമുക്ക് ഉണക്കാൻ വെക്കാം. അത് അരിഞ്ഞിട്ട് ഉടനെ തന്നെ അത് ഉപ്പും മുളകും ചേർത്ത വെള്ളത്തിലേക്ക് അതിടണം. അല്ലെങ്കിൽ ആ ഒരു കറ അതിനകത്തിരുന്നിട്ട് ഉണക്കിയെടുക്കുമ്പോൾ ഒരുമാതിരി കറുത്ത കളറിലേക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ അത്യാവശ്യം വലുതായിട്ട് നൈസായിട്ട് അരിയണ്ട, കാരണം ഉണങ്ങുമ്പോൾ അത് കുറച്ച് ചെറുതായി പോകും. അപ്പം ദേ ഇത് സെറ്റാക്കി എടുത്തു. ക്യാരറ്റ് നന്നായിട്ട് കഴുകിയിട്ട് അരിഞ്ഞിട്ടുണ്ട് ഞാൻ, പക്ഷേ നൈസായിട്ട് അരിഞ്ഞു പോയി. ഇത് ബ്ലാഞ്ച് ചെയ്തെടുക്കാം. നന്നായിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് ക്യാരറ്റ് ഇടുക. എന്നിട്ട് ഒരു മിനിറ്റ് ജസ്റ്റ് ഒന്ന് വേവിച്ചിട്ട് പെട്ടെന്ന് തന്നെ അത് തണുത്ത വെള്ളത്തിലോട്ട് മാറ്റിയിട്ട് വെള്ളം തോരാൻ വേണ്ടി വെക്കണം. അതല്ലെങ്കിൽ ക്ലോത്ത് വെച്ചിട്ട് വെള്ളം ഒപ്പി എടുക്കണം. വഴുതനങ്ങയുടെ വെള്ളമെല്ലാം മാറ്റി ഒന്ന് പിഴിഞ്ഞ് വീണ്ടും ഒന്ന് വെള്ളം തോരാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെക്കുവാണ് കേട്ടോ. അപ്പോഴേക്കും വെള്ളം തിളച്ചു. അതിലേക്ക് ക്യാരറ്റ് ഇട്ടു. അതും ഒരു മാക്സിമം 2 മിനിറ്റ്, അതിൽ കൂടുതലായിട്ട് വേവിക്കരുത്. ഇതിൻ്റെ ഒരു കളറ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അത് വീണ്ടും തണുത്ത വെള്ളത്തിലോട്ട് മാറ്റിയിട്ട് നമുക്കത് വീണ്ടും അതിനകത്ത് മാറ്റി വെള്ളം തോരാൻ വേണ്ടി വെച്ചിട്ട് വെള്ളം ഒപ്പിയെടുത്തിട്ട് വെയിലത്തിട്ട് ഉണക്കിയെടുക്കാം. ശനിയാഴ്ച ഇവിടെ വെയിൽ കുറവായിരുന്നു. എന്നാലും മാക്സിമം വെയിൽ കൊള്ളിച്ചിട്ട് വേഗം എടുത്തു. ഇട്ടിട്ട് ഒരു 2.5 മണിക്കൂർ മാത്രമേ വെയിൽ കിട്ടിയുള്ളൂ. പെട്ടെന്ന് തന്നെ മഴയും കാര്യങ്ങളൊക്കെ വന്നു. പിന്നെ വേഗം തന്നെ, അതായത് വെയിൽ ഉള്ള ദിവസം ഫുള്ള് വെയിൽ കൊള്ളിച്ചിട്ട് ഒരു 4 മണിക്ക് മുന്നേക്ക് എടുക്കണം. അല്ലെങ്കിൽ വീണ്ടും അത് തണുത്തു പോകും. പിന്നെ കിട്ടിയത് വലിയ കോവയ്ക്ക കേട്ടോ. അപ്പോൾ അത് വെറും 9 രൂപയുള്ളായിരുന്നു. അപ്പോൾ ഞാൻ അത്യാവശ്യം കുറച്ച് മേടിച്ചിട്ട്, ഇതും അതുപോലെ കട്ടി കുറച്ചെടുക്കരുത്, കട്ടി കൂട്ടി തന്നെ എടുക്കണം. കുറച്ചെടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഉണങ്ങി പോയിട്ട് ഒന്നും കിട്ടത്തില്ല. എന്നിട്ട് ഇത് കഴുകി തുടച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുക. പിന്നെ വെള്ളത്തിടേണ്ട ആവശ്യമില്ല, അങ്ങനെ കൊണ്ടുപോയിട്ട് ഉണക്കിയെടുക്കാം. ഉപ്പും കൂടെ ചേർത്തിട്ട്, വേണമെങ്കിൽ മഞ്ഞളും കൂടെ ചേർക്കാം. ഞാൻ ജസ്റ്റ് ഉപ്പ് മാത്രം ഇട്ടിട്ട് ഉണക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ആ ഒരു വെയിലിൽ തന്നെ ഉണങ്ങി കിട്ടി കേട്ടോ. ഒരുപാട് ഉണങ്ങിയില്ല, എന്നാലും ഒരു വെള്ളമൊക്കെ ഒന്ന് മാറി. പിന്നെ കുറച്ച് ബീട്രൂട്ട് ഇതുപോലെ തൊലി കളഞ്ഞിട്ട് കഴുകിയിട്ട് കുറച്ച്, ഒരുപാട് കനം കുറച്ച് അരിയണ്ട, എന്നാലും നേർത്ത രീതിയിൽ കനം കുറച്ച് അരിഞ്ഞിട്ട് മറ്റേതുപോലെ ബ്ലാഞ്ച് ചെയ്തിട്ടാണ് കേട്ടോ. ഞാനൊരു മിനിറ്റൊക്കെ ബ്ലാഞ്ച് ചെയ്യാറുള്ളൂ. എന്നിട്ടത് വെള്ളം തോരാൻ വേണ്ടി വെച്ചിട്ട് വെള്ളം ഒപ്പിയെടുത്തിട്ട് ഉണക്കാൻ വെച്ചു. അതുപോലെ തന്നെ പാവയ്ക്ക ഉണ്ടായിരുന്നു. പാവയ്ക്ക ജസ്റ്റ് ഉപ്പും മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ടാണ് ഉണക്കാൻ വെച്ചത് കഴുകിയിട്ട്. പിന്നെ അതുപോലെ തന്നെ കോണുണ്ടായിരുന്നു. കോൺ ഇതുപോലെ പീലൊക്കെ ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു കോൺ എടുത്തിട്ട്
ബ്ലാഞ്ച് ചെയ്തിട്ട് ഞാൻ പിന്നെ ഒരു തുണിയിലിട്ടിട്ട് ഒന്ന് വെള്ളം വാർന്ന് പോയിട്ടാണ് ഉണക്കാൻ വെച്ചത്. ബീട്രൂട്ട് ഒരുപാട് ബ്ലാഞ്ച് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഉണ്ടല്ലോ ബ്ലാഞ്ച് ചെയ്തില്ലെങ്കിൽ ഒരു കളർ വ്യത്യാസം വരുന്നത് കാരണമാണ് ഒന്ന് ബ്ലാഞ്ച് ചെയ്തിട്ടാണെന്ന് വിചാരിച്ചത്. പാവയ്ക്ക് ഇങ്ങനെ തൈരിൽ മുക്കിയിട്ടൊക്കെ ഉണക്കി ഇതാക്കാറുണ്ട്. ഇത് എല്ലാം മെഴുക്കുവരട്ടിക്ക് വേണ്ടിയിട്ട് മാത്രമാണ്, അതുകൊണ്ടാണ് തൈരിലിടാത്തത്. ഇതിൽ ഉപ്പും മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ട് ജസ്റ്റ് അതിലിട്ട് വെച്ചു. എന്നിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേന് അതിൻ്റെ ആ ഒരു കയ്പ്പ് ഒരുപാടുണ്ടായി ഈ ഒരു പാവയ്ക്ക്, അതുകൊണ്ട് ഞാൻ കുറച്ച് പിഴിഞ്ഞെടുത്തിട്ടാണ് ഉണക്കാൻ ഇട്ടത്. നല്ല ടേസ്റ്റാട്ടോ ഇത് മെഴുക്കുവരട്ടി ഉണ്ടാക്കുമ്പം. അധികം എണ്ണ വേണ്ട, ഉള്ളിയോ സവാളയൊക്കെ ചതച്ച് ചില്ലി ഫ്ലേക്സിൻ്റെ കൂടെ ഇട്ടിട്ട് ഇത് വഴറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ ചോറ് കഴിക്കാൻ പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ബീട്രൂട്ട് അപ്പോഴത്തേന് ബ്ലാഞ്ച് ചെയ്യാനുള്ള സമയമായി. ബ്ലാഞ്ച് ചെയ്തെടുത്തു. ഞാനിത് ഒരുപാടിട്ടിട്ട് വേവിച്ചില്ല കേട്ടോ, ഒരു മിനിറ്റ്, മാക്സിമം 1 മിനിറ്റ് തന്നെ ജസ്റ്റ്, അല്ലെങ്കിൽ ഒരുപാട് അതിൻ്റെ സത്തെല്ലാം പോകും. അപ്പം ഈ വേഗന്നതാക്കിയിട്ട് ഞാൻ ഊറ്റിയെടുത്തിട്ട് നേരത്തെ പറഞ്ഞ പോലെ തണുത്ത വെള്ളത്തിലിട്ടിട്ട് അപ്പോഴേ തന്നെ മാറ്റി. ഒരു ഇതിൽ ഞാൻ ക്ലോത്തിലൊന്നും ഇട്ടില്ല, കാരണം കളർ പിടിക്കുന്ന കാരണം. നന്നായിട്ട് വെള്ളം തോർന്നതിന് ശേഷമാണ് കൊണ്ടുപോയിട്ട് വെയിലത്തിട്ടത് കേട്ടോ. കോണ് കട്ട് ചെയ്യുന്നൊരു ടാസ്ക് തന്നെയാണ്. ഇതിൻ്റെ ഒരു പീലർ പോലത്തെ ഉണ്ടായിരുന്നു, പക്ഷെ അത് നാശമായിപ്പോയി. പിന്നെ അതിനുശേഷം ഞാൻ എടുത്തിട്ടില്ല. ഇതിപ്പം കുറേ കിട്ടിയത് കാരണമാണ് ഒന്ന് ഉണക്കി വെക്കാമെന്ന് വിചാരിച്ചത്. ഇത് ഉണക്കി നമുക്ക് പൊടിച്ച് പുട്ടൊക്കെ ഉണ്ടാക്കി കഴിക്കാം, നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇതിൽ ഉപ്പ് ചേർത്തിട്ടില്ല, വെറുതെ വെള്ളത്തിലിട്ടിട്ട് പുഴുങ്ങിയെടുത്തിട്ട് ഒരു തുണിയിൽ കെട്ടി വെള്ളം വാർന്നിട്ട് ഉണക്കുകയാണ് ചെയ്തത്. ഇനി ഇതെല്ലാം ഉണക്കിയെടുക്കണം. ഇന്ന് അതായത് ഞായറാഴ്ച നല്ല വെയിലായിരുന്നു, കൊണ്ടിട്ട് 1 മണിക്കൂറൊക്കെ ആയപ്പോഴത്തേന് അത്യാവശ്യം നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതെല്ലാം കൂടെ ദേ ഞാൻ ഉണക്കാനിട്ടിട്ടുണ്ട്. അപ്പുറത്ത് നമ്മുടെ ഇന്ന് തലേ ദിവസം ഇട്ടത് കോവയ്ക്കയും പിന്നെന്തായിരുന്നു ക്യാരറ്റും ബ്രിഞ്ചാളും കൂടെ ഉണങ്ങി ഒരുമിച്ചാക്കി ഞാൻ. അതായത് പച്ചയും ഓറഞ്ച് കളറും വയലറ്റും കൂടെ നല്ല രസമാണ് കാണാനായിട്ട്, നല്ല ടേസ്റ്റ് കേട്ടോ ഇത് മെഴുക്കുരട്ടിയായിട്ട് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാം കൂടെ ഞാനത് ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ഒരു വെയിലും കൂടെ എന്തായാലും കൊള്ളിക്കണം. മണ്ടയും കൂടെ ഒരു ഇച്ചിരി വെയിൽ കൊള്ളിച്ചിട്ട് അത് സ്റ്റോർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പം സ്റ്റോർ ചെയ്യുന്നത് ഞാൻ വേറൊരു വീഡിയോ ഒക്കെ ഇടാം. അതിൻ്റെ കൂടെ വേറെ കുറച്ച് കാര്യങ്ങളൂടെ ഉണക്കി വെക്കാനുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പുറത്തൊക്കെ ഒന്ന് പോകണമായിരുന്നു. അപ്പോൾ പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വന്നിട്ടും കുറച്ച് കാര്യങ്ങളുണ്ട്. ഓൾറെഡി അച്ചാറിനൊക്കെ കുറച്ച് കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഒന്ന് അച്ചാറൊക്കെ ഇട്ട് സെറ്റ് ചെയ്യണം. എപ്പോഴും നമ്മളൊരു കാര്യം തന്നെ ചെയ്തുകൊണ്ടിരുന്ന് ഞാൻ ബോറടിക്കില്ലേ.
ഇതിൽ വരുന്നൊരു മെയിൻ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലീനിങ് ആണ്. അപ്പം അത്യാവശ്യം നമുക്ക് ഒരുപാട് വേസ്റ്റ് ഉണ്ടാവും. അത് അപ്പോഴപ്പോഴും മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ ചീര ഞാൻ ഡെയിലി എടുക്കാറുണ്ട്. പച്ചച്ചീരയും നമ്മുടെ ചുമന്ന ചീരയും. അപ്പോൾ അതെന്തായാലും കട്ട് ചെയ്തിട്ട് ഞാൻ വെച്ചു, ഫ്രീസറിൽ വെച്ചു. അപ്പോഴത്തേക്ക് നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിന് മുമ്പേ സാധനങ്ങളെല്ലാം എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചു, എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, പ്രതീക്ഷിക്കാത്തുള്ള മഴ വരുന്ന കാരണം ശ്രദ്ധിക്കണം. അപ്പം എന്തായാലും സൺഡേ നല്ലൊരു വെയിൽ കിട്ടിയത് കാരണം അത്യാവശ്യമൊക്കെ ഞാൻ ഉണക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ വേറൊരു വീഡിയോയിൽ ഇത് സ്റ്റോർ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ കാണിക്കാം. പിന്നെ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന തന്നെയാണ്. അത്യാവശ്യം നമുക്ക് വേണ്ട നെക്സ്റ്റ് വീക്കിലേക്ക് വേണ്ടുള്ള പനീർ, തേങ്ങ, മാവ് ഇതൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെക്കാറുണ്ട്. എന്തെങ്കിലും തിരക്കുണ്ടെങ്കിൽ തലേ ദിവസം രാത്രി ഇതൊക്കെ എടുത്തിട്ട് ചെറുതായിട്ട് കറി ഉണ്ടാക്കി വെക്കും. ഒരുപാട് അങ്ങനെ ചെയ്ത് വെച്ച് ഫ്രീസ് ചെയ്ത് കഴിക്കാറില്ല. കട്ട് ചെയ്ത് വെക്കലാണ് മെയിനായിട്ടുള്ള പരിപാടി. വള്ളിപ്പയർ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ട് ഒന്നുകിൽ ആവി കയറ്റിയിട്ട് തണുത്തിട്ട് അത് കവറിൽ അതായത് സിപ്പ് ലോക്കിലിട്ടിട്ട് ഫ്രീസ് ചെയ്യും. അതല്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് അങ്ങനെ എടുത്തിട്ട് ഞാൻ ഫ്രീസ് ചെയ്താണ് പതിവ്. എളുപ്പം മറ്റേതാണ്, ബ്ലാഞ്ച് ചെയ്തിട്ട് തണുത്ത വെള്ളത്തിൽ ഇടുക, സെറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇതിൻ്റെ അടുത്ത പോർഷൻ അടുത്ത വീഡിയോയിലായിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.